ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത്. അതും സ്കൂളിൽ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നും 6:30 എന്ന് പറയുന്ന സമയത്ത് ഒരുങ്ങുമായിരിക്കും. ഇനി ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ്, കാരണം ഇത് എക്സാമാണ്, അപ്പോൾ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അപ്പം നേരത്തെ ഒരുങ്ങിയിരിക്കും. അപ്പോൾ എൻ്റെ ബസ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ കുറച്ചുകൂടെ പഠിക്കണം, പിന്നെ ഫുഡൊക്കെ കഴിക്കണം. സോ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ കുറേ നാളോട് വിചാരിക്കുന്നതാണ്, പക്ഷേ ഇത് പെട്ടെന്ന് ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ എടുക്കുന്നൊരു വീഡിയോ ആണ്. ഗൈസ്, എൻ്റെ മുഖം ഉറക്കത്തിൽ എണീറ്റ് പോലെ നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇത് തെറ്റാണ്. ഇത് തുമ്മലിൻ്റെ പ്രശ്നമാണ്. തുമ്മലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ എണീക്കുമ്പോൾ തുമ്മി ഒരു പരുവാണ്. അപ്പോൾ അവിടെ മുഖം നടിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച പോലെയൊക്കെ ഇരിക്കും. അത് തുമ്മലുള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ ഇത്. അതായത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. വെയിലൊക്കെ ഒന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും പ്രശ്നം. എനിക്ക് അങ്ങനത്തെ ഈ തണുത്ത രാവിലെ എനിക്കിപ്പോൾ തുമ്മൽ കാണും. എന്നിട്ട് അത് ഒന്നെങ്കിൽ അത് ഉറങ്ങണം, എന്നാലേ മാറത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, കുറച്ച് വെയിലൊക്കെ കൊള്ളണം. ഇപ്പോഴത്തെ കുറച്ച് തണുപ്പായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും മുഖമൊക്കെ സെറ്റാവും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കൊച്ചിൻ്റെ ഉറക്കത്തിൽ എണീറ്റ് സ്കൂളിൽ പോകണമെങ്കിൽ? ഒരിക്കലല്ല, കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് പോയി പഠിക്കാം. ഒത്തിരി പഠിക്കാനുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, അപ്പം ഞാൻ കഴിക്കാനായിട്ട് വിളിച്ച്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. കൊള്ളാം. ഈ കാക്ക കരയുന്നുണ്ട്, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം. രാവിലെ എണീക്കുമ്പോൾ കാക്ക കരയും. ചൂട് കയ്യ മാമൻ ഇപ്പൊ വരും. ഒരു 7:10 ആകുമ്പോ മാമ വരും. അങ്ങനെ മാമൻ ഒരു പ്രോ ഡ്രൈവറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്നാക്സ് എടുക്കാനായിട്ട് പോയി. എന്തായാലും ഞങ്ങൾക്ക് ഒരു 11:30ക്കാണ് ബ്രേക്ക്. എന്നാലും അതിന് മുമ്പ് എനിക്ക് വിശക്കും. എനിക്കെന്നല്ല, എൻ്റെ ഫ്രണ്ട്സിനും വിശക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കരുതലായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ഇന്ന് ആപ്പിളാണ് എടുക്കുന്നത്. ആപ്പിളും പിന്നെ റോബസ്റ്റ പഴവും. അപ്പം ആപ്പിൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ആ പഴവും ഞാൻ അത് തൊലിച്ചിട്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. സ്നാക്സൊക്കെ പാക്ക് ചെയ്ത സമയം ഒരു 7 മണിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കിനും ബസ്സും വരാറായി. പിന്നെ കുറച്ച് നേരം ഇന്നതിന് ശേഷം ബസ് വന്നതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ സ്കൂള് കേട്ടോ. ഇത് സ്കൂളിലോട്ട് കയറുന്ന ആ ഒരു ടൈമിൽ ആരും ഇല്ല. കാരണം ഞങ്ങൾക്ക് 8 മണി തൊട്ടാണ് ക്ലാസ്. ബാക്കിയുള്ളവർക്കൊക്കെ 9 മണി തൊട്ടാണ്. ഞങ്ങൾ എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ 8 മണിക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. മീറ്റ് ദിസ് ഇസ് ദിയ ഫാത്തിമ. എൻ്റെ ഫ്രണ്ടായിട്ടൊക്കെ വരും. എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇതും എൻ്റെ പേര് ദിയ, ഇവളുടെ എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് എക്സാം, ബയോളജി എക്സാം ആണ്. ഞാനത് പഠിച്ചില്ല. എല്ലാം പഠിക്കേണ്ടി പറയും, ഒന്നും പഠിച്ചില്ല. കത്തയുടെ ഞാൻ ഒന്നും പഠിച്ചില്ല. ദിയ ഈ കൊച്ചു പഠിക്കാത്ത ചാപ്റ്ററൊന്നും ഞാനും പഠിച്ചിട്ടില്ല. അത് തന്നെ സംഭവം. ദിയ പിന്നെ മെയിനായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കാനത്. അതെ, കുഞ്ഞു ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ട്, വലിയ ചാപ്റ്ററൊന്നും ദിയ പഠിച്ചിട്ടില്ല. അതുപോലെയാണ് ഞാൻ. ഇവിടെ ആരും വന്നില്ല. 8 മണിക്ക് ക്ലാസ് തുടങ്ങും. ഇപ്പോൾ 8 മണിയായി, പക്ഷെ ആരും വന്നില്ല. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പകുതി ആൾക്കാരും ആന്ധ്ര പ്രദേശിലുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും നമ്മളിപ്പോൾ ആന്ധ്രയിലാണ്. സോ ആന്ധ്ര പിള്ളേരെ ഞങ്ങൾ കുറച്ച് തെലുങ്ക് പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾ അത് എന്തുവാണെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആന്ധ്ര എന്തോ പറയാം. നോർമൽ സ്കൂൾ വെച്ചോളൂ. എനിക്കറിയാം. തെലുവാണ് സത്യമാവത്തുമാവില്ല. തെലുങ്ക് മോള് എന്തൊക്കെയോ ബാഗുണ്ടാര ഹൗവാറിയും ബാഗുണ്ടാരാണോ ബാഗുണ്ടാരായി. ഗായ്സ്, ഞങ്ങൾ വിചാരിച്ചു 1 മണിക്ക് എക്സാം എന്ന്, പക്ഷെ ചതിച്ചു. ഞങ്ങൾക്ക് 10 മണിക്കാണ് എക്സാം. 10 മണി പോലും ആയില്ല. ഇപ്പം സമയം ഒരു 8:30 ദിയായിക്ക് ഇവിടെ വിശപ്പ് തുടങ്ങി. അപ്പം നമ്മൾ കഴിക്കാൻ ഞാൻ കൊണ്ടുവന്ന സാധനം കൊടുക്കാൻ പോവാണ്. കറി തീർന്നു, കാരണം കറി എല്ലാം ബാഗിനകത്ത് വീണത് കൊണ്ട് തന്നെ കറി തീർന്നതാണ്. നമ്മളിവിടെ കഴിക്കുവാണ്. നസറിനും
അതിനുശേഷം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ബസ്സിൽ പോയപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന് പോയ കോലമെല്ലാം വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് എനിക്കൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് ലഞ്ച് ബ്രേക്ക്, പിന്നെ അതുപോലെ തന്നെ എക്സാം ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. ഞങ്ങൾക്ക് എപ്പോഴും ഒരു 1 മണി മുതൽ 4:30 വരെയാണ് എക്സാം. പക്ഷെ ഇന്ന് എന്താ ചെയ്യുക, ഞങ്ങളുടെയൊക്കെ ഒരു ഇതിന് ലൈക്ക് ഞങ്ങളുടെ ഭാഗം, ഞാനാണെങ്കിൽ ഇന്നൊരു ചാപ്റ്റർ പഠിക്കാണ്ടുമാണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ടു ഉച്ച വരെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും നോക്കാം എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ എക്സാം രാവിലെ ആയിരുന്നു. രാവിലെ 10 മണിക്കായിരുന്നു എക്സാം. 10 മണി to 1 മണി വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ് ആയിരുന്നു. അപ്പം കുഴപ്പമില്ലാണ്ട് എക്സാം കുഴപ്പമില്ലാതൊക്കെ എഴുതി. ആ ഒരു ചാപ്റ്റർ പഠിച്ചില്ലല്ലോ, അത് ഞാൻ ജസ്റ്റ് പണ്ട് പഠിച്ച ചാപ്റ്റർ. അപ്പം അതിന് കുമ്മിണി ക്വസ്റ്റ്യനൊക്കെ വന്നു, അതൊന്നും കുഴപ്പമില്ലാതെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതിനുശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം സ്കൂൾ വിട്ട് വന്നു ആൻഡ് ബാക്കി കാര്യം പിന്നെ കാണാം. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി പോവാണ്. കരുനാഗപ്പള്ളിയിൽ ഒരു പടത്തിന് വേണ്ടി പോവാണ്. ഹലോ മമ്മി എന്ന് പറയുന്നൊരു മൂവിക്കാണ് പോകുന്നത്. ഹലോ മമ്മി എന്ന് പറയുന്നത്. അപ്പം അതിനെ ഒത്തിരി റിവ്യൂ കണ്ടായിരുന്നു. അപ്പം ഭയങ്കര അഭിപ്രായമാണ്, ഭയങ്കര കോമഡി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. പോകുന്ന വഴിക്ക് ലവലിലേക്ക് ഉപ്പിലിട്ട് കണ്ടു, അതും വാങ്ങിച്ചു. പിന്നെ നേരെ എച്ച് മാളിലോട്ട് പോയി. കരുനാഗപ്പള്ളിയിൽ അവിടെ കാർണിവൽസിലായിരുന്നു പോയത് പടം കാണാൻ. അപ്പോൾ നമ്മൾ കണ്ട പടം ഹലോ മമ്മി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. 7 മണിക്കത്തെ ഷോയ്ക്കാണ് പോയത്. ഷോ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 9:25 ആയി. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കിനും വീട്ടിലെത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി. വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ ചെന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടക്കാനായിട്ട് പോയി. ഇപ്പോൾ സമയം ഒരു 10 കാണും. അപ്പോൾ ഞങ്ങളിപ്പോൾ പടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നപ്പം എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം വന്നതുകൊണ്ടായിരിക്കും ഒരു ഉറക്കക്ഷീണം പോലെ ഉണ്ട്. അപ്പോൾ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ പടത്തിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു അത്യാവശ്യം നല്ല കോമഡിയൊക്കെ പ്രതീക്ഷ പോയത്, അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയും എന്താ പറയുക, ഇനിയിപ്പോൾ 10 മണിയായി. ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.